നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നിട്ട് 1.5 മാസങ്ങൾ പിന്നിടുകയാണ്. കുറ്റപത്രം ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് 15 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുറ്റപത്രം തയ്യാറാക്കുന്ന തത്രപ്പാടിലാണ് അന്വേഷണ സംഘം. രൂപരേഖ അടക്കം തയ്യാറാക്കിയിരുന്നു, വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. എന്തായാലും കുറ്റപത്രം ഇനി സമർപ്പിക്കാൻ ഒരു ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങൾക്കകം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുക എന്ന നീക്കത്തിലേക്ക് കടക്കുകയാണ്. മുത്തശ്ശി, പിതൃസഹോദരൻ്റെ ഭാര്യ, സ്വന്തം സഹോദരൻ, വനിതാ സുഹൃത്ത് എന്നിവരെ അടക്കമാണ് അഫാൻ എന്ന 23-കാരൻ കൊലപ്പെടുത്തിയത്. അമ്മയെ അതിക്രൂരമായി ആക്രമിക്കുകയും ബന്ധുക്കളെ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് 45 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 60 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു പോലീസിൻ്റെ ശ്രമം. എന്തായാലും ദിവസങ്ങളൊക്കെ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. ഇനി 15 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ് ഏറ്റവും നിർണായകമായ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത കടമ്പ. കുറ്റപത്രം സമർപ്പിച്ച ശേഷം കോടതിയിലേക്ക് കാര്യങ്ങളെത്തും. അതിനുശേഷം എന്താണ് അഫാന് നൽകുന്ന ശിക്ഷ, അല്ലെങ്കിൽ തക്കതായ ശിക്ഷ അഫാന് കിട്ടുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ കടബാധ്യത, പണം തിരികെ കിട്ടാൻ സമ്മർദ്ദത്തിലാക്കിയവർ എന്നീ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൊബൈൽ ആപ്പ് വഴി അഫാന് പണം കടം നൽകിയവർ തിരിച്ചടവ് മുടങ്ങിയതോടെ കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പോലീസിൻ്റെ നിലവിലെ കണ്ടെത്തൽ. ഭവന വായ്പ തിരിച്ചടവ് മുടങ്ങി. ഇതേ തുടർന്ന് ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തി ബഹളം വെച്ചു. ഇതും അഫാനെ അസ്വസ്ഥനാക്കി. വായ്പ മുടങ്ങിയത് കൊണ്ട് വീട് ജപ്തി ചെയ്യുമെന്നും അഫാൻ്റെ കുടുംബത്തിൻ്റെ ചിത്രങ്ങൾ പത്രത്തിൽ നൽകുമെന്നും ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ വലിയ രീതിയിലാണ് അഫാനെ അസ്വസ്ഥനാക്കിയത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിർണായകമായ വെളിപ്പെടുത്തലുമായി അഫാൻ്റെ മാതാവ് ഷെമി രംഗത്ത് വന്നിരുന്നു. അതായത് എങ്ങനെയാണ് ഈ കടങ്ങളൊക്കെ വന്നത് എന്നതടക്കമുള്ള വിവരങ്ങളായിരുന്നു അഫാൻ്റെ മാതാവ് ഷെമി വെളിപ്പെടുത്തിയത്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അഫാൻ പണം കടമെടുത്തിരുന്നുവെന്നും ആക്രമണത്തിൻ്റെ തലേ ദിവസം തുടർച്ചയായി ഫോൺ കോളുകൾ വന്നിരുന്നുവെന്നും വീട് വിറ്റാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതടക്കമുള്ള വെളിപ്പെടുത്തലാണ് ഷെമി നടത്തിയത്. തങ്ങൾക്കുണ്ടായിരുന്നത് 25 ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമായിരുന്നു. അന്ന് സംഭവിച്ച പലതിനെക്കുറിച്ചും പകുതി ബോധം മാത്രമാണുള്ളത്. അഫാൻ തന്നെ ബോധരഹിതയാക്കാൻ എന്തോ നൽകി എന്നതടക്കമുള്ള സംശയവും ഈ ഉമ്മ പ്രകടിപ്പിക്കുകയുണ്ടായി. ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മകൻ കഴുത്തിൽ ഷോൾ കുരുക്കി. കൂട്ടക്കൊലപാതക ദിവസം 3 കൂട്ടർക്കാണ് പണം തിരികെ കൊടുക്കേണ്ടിയിരുന്നത്. ലോൺ ആപ്പിൽ വായ്പ തുക തിരിച്ചടയ്ക്കണമായിരുന്നു. 50,000 രൂപ ബന്ധുവിന് തിരികെ കൊടുക്കേണ്ടതും 24-ാം തീയതിയായിരുന്നു. ജപ്തി ഒഴിവാക്കാൻ സെൻട്രൽ ബാങ്കിൽ പണം തിരിച്ചടയ്ക്കേണ്ടതും 24-ാം തീയതിയായിരുന്നു. ഇക്കാര്യങ്ങളിൽ അഫാൻ അസ്വസ്ഥനായിരുന്നു. അഫാനോട് ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ കുടുംബവും ജീവിതവും തകർത്തു. എൻ്റെ പൊന്നുമോനെ കൊന്നവനാണവൻ. അവനോട് എങ്ങനെ ക്ഷമിക്കും? അഫാന് ബന്ധുക്കളിൽ ചിലരോട് വിയോജിപ്പുണ്ടായിരുന്നു. വൈരാഗ്യമുള്ളതായി അറിയില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് മാതാവ് ഷെമി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നത്, അങ്ങനെയല്ല ഈ ഒരു കൊലപാതകത്തെ വിശേഷിപ്പിക്കേണ്ടത്. അതിനു മുകളിലാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. എത്ര പേരെയാണ് ഒരു ദിവസം കൊണ്ട് കൊന്നൊടുക്കിയത്? അവിശ്വസനീയമായ ക്രൂരമായ കൊലപാതകങ്ങൾ. സ്വന്തം കുടുംബാംഗങ്ങളെയും സുഹൃത്തിനെയും സ്വന്തം അനുജനെയും എന്തിന് ഉമ്മയും പോലും കൊല്ലാൻ ലക്ഷ്യമിട്ടു ഈ 23-കാരൻ എന്നത് കേരളത്തെ സംബന്ധിച്ച് നടുക്കുന്ന വാർത്ത തന്നെയായിരുന്നു. കൂട്ടക്കൊലപാതക വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്ന ചോദ്യം എങ്ങനെ അഫാന് ഇത് ചെയ്യാൻ സാധിച്ചു എന്നാണ്. മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഒന്നിനു പുറകെ ഒന്നായി 3 5 പേരാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 11 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലെ അതിക്രൂര കൊലപാതകങ്ങൾ. അഫാൻ ആദ്യം ആക്രമിച്ചത് സ്വന്തം ഉമ്മയെ. രാവിലെ 11:30-യോടെ സ്വന്തം വീട്ടിൽ വെച്ച് ഉമ്മയായ ഷെമിയുടെ കഴുത്തിൽ ഷോൾ ചുറ്റിയ ശേഷം തല ചുമരിൽ ഇടിപ്പിക്കുകയായിരുന്നു അഫാൻ. അഫാന്റെ ക്രൂരതയിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടത് ഉമ്മ മാത്രമായിരുന്നു. അവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ ജീവിതത്തിലേക്ക് പതുക്കെ തിരിച്ചു വരികയാണ്. ഈ കൊലപാതക പരമ്പരയിൽ ഏറ്റവും ദുരൂഹമായ കാര്യങ്ങൾ ഇതിനു ശേഷമാണ് നടക്കുന്നത്. പിതൃസഹോദരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സുഹൃത്തായ ഫർസാനയെ വിളിച്ച് വീട്ടിലെത്തി തൻ്റെ മുറിയിലിരിക്കാൻ അഫാൻ ആവശ്യപ്പെടുന്നു.
ഉമ്മയെ ആക്രമിച്ച ശേഷം അഫാൻ നേരെ പോയത് തൻ്റെ ഉമ്മുമ്മയുടെ വീട്ടിലേക്ക്, അമ്മുമ്മയുടെ സൽമാ ബീവിയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് അവരോട് സ്വർണം ആവശ്യപ്പെടുന്നു. അവർ നൽകുന്നില്ല, അവരെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം പിതൃ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തുന്നു, തൻ്റെ കാമുകിയായ ഫർസാനയെ കൊലപ്പെടുത്തുന്നു, അതുപോലെ തന്നെ അഫ്സാനെയും അനിയനെയും കൊലപ്പെടുത്തുന്നു. ഈ അതിക്രൂര കൊലപാതകങ്ങൾ നടന്നിട്ട് ഇത്രയും മാസമായിരിക്കുകയാണ്. പ്രതിക്ക് തക്കതായ ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് ഏവരും കരുതുന്നത്. അഫാൻ കാരണം ഉറ്റവരെ നഷ്ടമായ കുറച്ചുപേർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. എല്ലാം തകർന്ന, അല്ലെങ്കിൽ മക്കളെ നഷ്ടമായി ഇത്തരത്തിൽ വളരെ വലിയൊരു വേദനയിലൂടെ കടന്നു പോകുന്ന ആ ഉമ്മയും ബാപ്പയും ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തക്കതായ ശിക്ഷ അഫാന് കിട്ടും എന്ന് തന്നെയാണ് കരുതുന്നത്. അഫാൻ്റെ വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ചത്. കടത്തിന്മേൽ കടം, അതുകൊണ്ട് തന്നെ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഇവരെ എല്ലാം കൊലപ്പെടുത്താൻ താൻ തീരുമാനിച്ചതെന്നാണ് അഫാൻ വെളിപ്പെടുത്തിയത്. കൊലപാതകം നടത്താനായി മാത്രം ചുറ്റിക വാങ്ങി 30 കിലോമീറ്ററിലേറെ ദൂരം സഞ്ചരിച്ച് 3ഇടത്തായി 6 പേരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച പ്രതിയുടെ മനോനില അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം നടുക്കിയതാണ്. അഫാൻ ആക്രമിച്ച 6 പേരിൽ തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ഉമ്മയ്ക്ക് മാത്രമാണ്. ഉമ്മ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അഫാൻ ലോൺ ആപ്പിൽ നിന്ന് കടമെടുത്തിരുന്നു. അത്തരത്തിലുള്ള നിർണായകമായ വെളിപ്പെടുത്തലുകളൊക്കെ ഉമ്മ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അബ്ദുൾ റഹീം, ഈ അഫാൻ്റെ പിതാവ്, ഈ മകനുമായി പൊരുത്തപ്പെടാൻ സാധിക്കില്ല, മകനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തെളിവെടുപ്പൊക്കെ നടന്നിരുന്നു. 3 പോലീസ് സ്റ്റേഷനുകളാണ് പ്രതിക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. 3 ഇടങ്ങളിലാണ് കൊലപാതകം നടന്നത്. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലും, അബ്ദുൾ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലും, അഫ്സാനെയും ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസുമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിക്രൂരമായ ഈ കൊലപാതകങ്ങൾ പ്രതി ചെയ്തു കൂട്ടി. എന്തായാലും പ്രതി അതിനുശേഷം ജയിലിൽ ഒരുപാട് നാടകങ്ങൾ, അല്ലെങ്കിൽ ആത്മഹത്യാ നാടകം, അല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും എന്നതടക്കമുള്ള ഒരു ഭീഷണിപ്പെടുത്തലൊക്കെ അഫാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രമല്ല അതിനുശേഷം ഇപ്പോൾ നല്ല നടപ്പാണ് അഫാൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉമ്മയും ബാപ്പയും കാണണം എന്ന ആഗ്രഹമൊക്കെ അഫാൻ പ്രകടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല താൻ ചെയ്തത് തെറ്റാണ് എന്ന ബോധ്യം വന്നു എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഓരോരുത്തരെയും കൊല്ലാൻ ഓരോ കാരണങ്ങളാണ് അഫാൻ മുന്നോട്ട് വെച്ചത്. ഒന്നാമത്തെ കാരണം, അതായത് ഉമ്മുമ്മയെ കൊല്ലാൻ കാരണം അവർ പണം ചോദിച്ചിട്ട്, അല്ലെങ്കിൽ സ്വർണം ചോദിച്ചിട്ട് തന്നില്ല. കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന അവർക്ക് എന്തിനാണ് സ്വർണത്തിൻ്റെ ആവശ്യം? അവർ ആ സ്വർണം തരാത്തത് കൊണ്ടാണ് താൻ കൊലപ്പെടുത്തിയതെന്നായിരുന്നു സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതിന് അഫാൻ നൽകിയ വിശദീകരണം. അബ്ദുൾ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്താൻ കാരണം അബ്ദുൾ ലത്തീഫ് ഈ ഉപ്പയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരുപാട് വിമർശിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട് വിൽക്കണം എന്നൊക്കെ പറഞ്ഞത് അഫാനെ സംബന്ധിച്ച് ഭയങ്കര ഒരു വിമുഖത ഉണ്ടാക്കി. അതുകൊണ്ടാണ് അബ്ദുൾ ലത്തീഫിനെ കൊലപ്പെടുത്തിയതെന്നത് അടക്കമുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഫർസാനെ കൊലപ്പെടുത്താൻ കാരണം ഫർസാനെയും അഫാന് മാല നൽകിയിരുന്നു, അത് തിരികെ ചോദിച്ചതിൻ്റെ വൈരാഗ്യം. അങ്ങനെ ഓരോരുത്തരെയും കൊലപ്പെടുത്താൻ ഓരോരോ കാരണം അഫാൻ പറഞ്ഞതാണ്. എന്തായാലും ഈ അഫാൻ, അതായത് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് മലയാളികളെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഈ കേസിലെ ഏറ്റവും നിർണായകമായ ദൗത്യം, അല്ലെങ്കിൽ കടമ്പ എന്ന് പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ്. കുറ്റപത്രം സമർപ്പിച്ച ശേഷം കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കുക, ഈ പ്രതിക്ക് ഏത് രീതിയിലുള്ള ശിക്ഷയായിരിക്കും കോടതിയിൽ നിന്നുണ്ടാവുക എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.